ഹായ് മച്ചാമാരെ, ഞങ്ങൾ ഇന്നലെ മറൈൻ എക്സ്പോ 2024 സീ വേൾഡ് എന്ന് പറഞ്ഞ പരിപാടി നമ്മുടെ തിരുവല്ലയിൽ നടക്കുന്നുണ്ടല്ലോ. അത് കാണാനായിട്ട് ഇന്നലെ ഫാമിലിയായിട്ട് പോയതാണേ. ഞാനുണ്ട്, ലിഞ്ചുണ്ട്, കുഞ്ഞുണ്ട്. ഞാനും അച്ചും നേരത്തെ ഇത് കാണാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരിക്കൽ പാലക്കാട് പോയിട്ട് വന്നപ്പോഴേ അതിലേ കയറിയായിരുന്നു. പക്ഷെ ലിഞ്ചു ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഫാമിലിയായിട്ട് വൈകുന്നേരം ഇങ്ങ് വന്നു. ഇന്നലെ ലീവായിരുന്നു. അപ്പോൾ ഫാമിലിയായിട്ട് ഇന്നലെ വൈകുന്നേരം ഇങ്ങ് വന്നു. ഇത് കയറി ചെല്ലുന്ന ഭാഗത്തുള്ളതാണേ. കണ്ടോ, നല്ല രസമുണ്ടേ. അത് ഫിഷിൻ്റെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ വലിയ പൂഴ്ത്തി പറയുന്നതല്ല. ഫിഷിൻ്റെ കുറേ ഐറ്റംസൊക്കെ കാണാൻ സാധിക്കും. പിന്നെ മത്സ്യകന്യയോ സംഭവം, പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ. മെയിനായിട്ട് ഫിഷിൻ്റെ കുറേ വെറൈറ്റീസിനെ കാണാനായിട്ട് സാധിക്കും. അതല്ലാതെ മറ്റൊന്നുമില്ല കേട്ടോ. പറയത്തക്ക തള്ളത്തക്ക രീതിയിലൊന്നുമില്ല. ഫിഷ് ഐറ്റംസ് കുറേ നമ്മൾ കടലിനകത്തുകൂടെ നടക്കുന്ന ഒരു എന്ന പോലെ തോന്നിക്കും. അതൊക്കെ അവർ പണിത് വെച്ചൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഫിഷിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് കൂമ്പാരം. ഫിഷാണ് മെയിൻ. നല്ല രസമുണ്ട് കേട്ടോ. എന്താണേലും ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ നടപ്പും, മുകളിലിങ്ങനെ ഫിഷ് വലുതും ചെറുതും എല്ലാം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇതുണ്ടല്ലേ, നല്ല ഭംഗിയേറിയ ഫിഷുകളും, അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷുകൾ. അതൊക്കെ സൂപ്പറാണ് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട്. വൈകുന്നേരം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. 7-7:30 ആയി. നല്ല തിരക്കുണ്ട്. ഒരുപാട് ആളുകൾ വൈകുന്നേരം എൻജോയ് ചെയ്യാനായിട്ട് ഫാമിലിയായിട്ടും അല്ലാതായിട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ കാണാത്തവർ പോകണം കേട്ടോ. നമ്മുടെ തിരുവല്ലയിലാണ്. തിരുവല്ലയ്ക്ക് അടുത്തുള്ള എല്ലാവരും ചെന്ന് കാണണം. ഒരു ടിക്കറ്റിന് 100 രൂപയാണേ. ഒരു ടിക്കറ്റ് 100 രൂപ. ചെറിയ 4-5 വയസ്സിനുള്ളിലുള്ളവർക്ക് ടിക്കറ്റില്ല. 5 വയസ്സ് കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കണം. ഇതൊക്കെയാണ് ഫിഷിൻ്റെ. നമ്മൾ കുറേയൊക്കെ അതായത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഫിഷുകളൊക്കെ ഉണ്ട് സൈഡിൽ കേട്ടോ. നേരിട്ട് പോയി കണ്ടാൽ നമുക്കത് മൊത്തത്തിൽ കിട്ടത്തുള്ളൂ. അച്ചു ഫിഷ് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് മത്സ്യകന്യക കേട്ടോ. ഇതും കുഴപ്പമില്ല. ഇതാണ് അതായത് ചെറിയ ഫിഷുകളുടെ ഒരു കൂപ്പാരമാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡിൻ്റെ കുറേ ബജ്ജികൾ, അതേപോലെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ, അതേപോലെ അപ്പുറത്ത് ഫുഡ് കഴിക്കാനുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടേ. അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കാണാം നമ്മുടെ ചെറുപ്പത്തിലേക്ക് മുട്ടായി ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ കുറേ ഒരു കൂമ്പാരമുണ്ട്. അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ അന്ന് ചെറുപ്പകാലത്ത് കഴിച്ചിരുന്ന കുറേ മുട്ടായിസും കാര്യങ്ങളൊക്കെ. പഴയകാല മുട്ടായികൾ കുഴപ്പമില്ല. പിന്നെ പിള്ളേർക്കൊക്കെ ആസ്വദിക്കാനുള്ള ഇത് കണ്ടല്ലേ. ഇതിലേക്കൊക്കെ അച്ചുക്കുട്ടനൊക്കെ പേടിയാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഒരു ട്രെയിനേ മാത്രമേ കയറിയുള്ളൂ കേട്ടോ. കണ്ടല്ലേ, ചെറിയ ട്രെയിനുണ്ട്. അങ്ങനെ കുറച്ച് പിള്ളേർക്ക് ആസ്വദിക്കാനുള്ള കുറേ സെറ്റപ്പുകളുണ്ട്.
പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചിറങ്ങുന്ന വഴിക്ക് കുതിര സവാരി കണ്ടു കേട്ടോ. തിരിച്ച് ഞങ്ങൾ ഇറങ്ങുന്ന പടിയുടെ അവിടെയാണ് കുതിര സവാരി. കാണിക്കാവേ. ഇതിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ട്രെയിന്, കാറ്, ബൈക്ക് ഇങ്ങനെയുള്ള കുറേ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കുതിര സവാരി കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.